എടാ ഓക്കെ അപ്പൊ എല്ലാവരും എത്തിയില്ലേ ഗൈസ്? ഇന്ന് നമ്മൾ എന്താ കളിക്കാൻ പോകുന്നതെന്ന് അറിയോ? അതാണ് ഹൈഡ് ആൻഡ് സീക്ക്. ഇവിടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ എല്ലാവരും വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എടാ ഞാനൊരു കാര്യം മറന്ന്, നമ്മുടെ സൂപ്പർ ഹീറോസ് ഒക്കെ ഉണ്ട് ഇതില്. അതായത് നമ്മുടെ അയൺമാൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഹൾക്കും ഉണ്ട്, സ്പൈഡർമാനും ഉണ്ട്. അവര് മാത്രമല്ല ഒരുപാട് ആളുണ്ട്, നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. നീ എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഓക്കേടാ സോറി, നിന്നെ പരിചയപ്പെടുത്തേണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷിവയുണ്ട്, ഷിൻജാൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഹൾക്ക് ഉണ്ട്. എടാ നീ എന്നെയും പരിചയപ്പെടുത്തണ്ട, ഇവർക്ക് എല്ലാവർക്കും എന്നെയും അറിയാം. എൻ്റെ പൊന്നെ, അവിടെയും കോമ്പറ്റീഷനാണ്. എടാ ഓക്കെ, നിങ്ങളെ എല്ലാവരെയും അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഗെയിം കളിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തതാ. പിന്നെ നമ്മുടെ ഗ്രാനി ഉണ്ട്. ഹലോ സിയു മക്കളെ. എൻ്റെ പൊന്നു ഗ്രാനി, നിങ്ങൾ ഇങ്ങനെയൊന്നും വിളിക്കില്ല, അവർ പേടിക്കും. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട്. അപ്പോൾ ഇത്ര ആൾക്കാരായിട്ടാണ് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാ എണ്ണുക? കുഴപ്പമില്ല, ഞാൻ തന്നെ ഫസ്റ്റ് എണ്ണ. ഇവരെല്ലാവരും ഒളിക്കട്ടെ ആദ്യം. ഞാൻ തന്നെ എല്ലാവരെയും കണ്ടുപിടിക്കാം. അപ്പം നിങ്ങളോട് എല്ലാവരോടും ഈ വീടിൻ്റെ പുറത്താരും പോരുത്, ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ മാത്രം. ഓക്കെ, അതിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ അവർ ഔട്ട്. എടാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. ഇവർക്ക് എന്ത് വേണമെങ്കിലും ആകാം. അതായത് ഈ വീട്ടിൽ എന്ത് വസ്തുക്കളായിട്ട് മാറിയിട്ട് ഇവർക്ക് ഒളിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. എടാ ഓക്കെ നിങ്ങൾക്കെല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. എന്നാൽ വേഗം പോയി വിളിച്ചോ, ഞാൻ എണ്ണാൻ തുടങ്ങിയാണ്. ഓക്കെ, അവിടെ ഒരു മരമുണ്ട്, അവിടെ പോയിട്ട് എണ്ണ. എടാ ഷിൻജാന, നിന്നോട് പ്രത്യേകിച്ച് ഈ കോമ്പൗണ്ടിന്റെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറച്ച് കള്ളക്കളി കൂടുതലാണ്, അതുകൊണ്ടായി പറഞ്ഞത്. അപ്പോൾ എല്ലാവരോടും ശരി, ഞാൻ എണ്ണാൻ തുടങ്ങുവാണേ. 1 2 3. ഈ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പം ഞാനല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം പോവാ. എനിക്ക് ഒളിക്കാൻ വളരെ സമയം വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ നിൽക്ക്. ഞാൻ എവിടെ പോയി ഒളിക്കും? ഇവിടെ എങ്ങനെ സ്ഥലങ്ങളും ഇല്ല അധികം ഒളിക്കാൻ. ആകെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അവിടെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒളിക്കുകയും വേണം. ഒരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയും ഒളിച്ചാൽ എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് ആ ഭാഗത്തോട്ട് പോയിട്ട് അവിടെ എന്തെങ്കിലും നോക്കാം. പിന്നെ ഒരു ആശ്വാസം ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. എനിക്ക് വേണമെങ്കിൽ ഈ കസേര ആവാം, ഈ ഡെസ്ക് ആവാം, എന്ത് വേണമെങ്കിലും ആവാൻ പറ്റും. പക്ഷെ ഇവിടെ നിന്ന് എന്തെങ്കിലും ആയിട്ട് ഇവിടെ നിന്നാൽ അവനെന്നെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ഈ ടെന്നീസ് കോർട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലും നിൽക്കുക. എന്നിട്ട് അവിടെയുള്ള എന്തെങ്കിലും ഒരു വസ്തു ആവാം. ഈ കസേര ആവണോ? വേണ്ട, അടുത്തൊരു കസേര 2 അവിടെ ഉണ്ട്. എന്തായാലും കസേരയാവാം. എൻ്റെ സൈസ് വളരെ ചെറുതാകുമ്പോൾ അവന് സംശയം വരില്ല ഫ്രാങ്ക്ലിന്. ഓക്കെ, ഈ കസേരയാകാം. ഇതെന്നെ പറ്റിയ സ്ഥലവും. ഓക്കെ, ഞാൻ കസേരയായി മാറട്ടെ. അയ്യടാ, ഞാൻ കസേരയായി മാറി. ഇനി എന്നെ അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എൻ്റെ സൈസ് വളരെ കുറഞ്ഞു. ഓക്കെ, ഇവിടെ വെക്കണോ ഇല്ലെങ്കിൽ ഈ സൈഡിൽ വെക്കണോ? ഇവിടെ വെക്കാം. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ നിന്നു. എടാ അടുത്തത് ഞാനും പോകട്ടെ ഷിൻജാനെ. നിങ്ങളൊക്കെ ഇവിടെ നിൽക്ക്. എനിക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് സമയം വേണം. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ നിൽക്ക്. ഞാനിവിടെ പോകും. വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണോ? വീട്ടിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല, ഡോറ് ലോക്കാൻ തോന്നും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ സൈഡിലേക്ക് പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാൻ നോക്കാം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഷിൻജാനെ പോലെയല്ല, കുറച്ച് ബുദ്ധിയുണ്ട്. ആ ഷിൻജാന് പറ്റും. അവൻ ഒളിഞ്ഞു നോക്കിയിട്ട് നമ്മൾ എവിടെ ഒളിക്കുന്നതെന്ന് നോക്കും. എന്നിട്ട് പറയും അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ കണ്ടുപിടിച്ചാന്ന്. കള്ളനവൻ. എടാ ഈ ബീച്ച് ചെയർ കൊള്ളാലോ, ഇതുപോലെ ആയാലോ? ഇതുപോലെ ആയി പെട്ടെന്ന് കണ്ടുപിടിക്കോ? ഇല്ലെങ്കിൽ ഈ ചെയർ പോലെ ആകണോ? പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, പിന്നെ ഒരു അംബർലയുണ്ട്. വേണ്ട, ഈ ബീച്ച് ചെയർ തന്നെ ആകാം, അതാ നല്ലത്. ഇതാകുമ്പോൾ പെട്ടെന്ന് സംശയം തോന്നത്തില്ല. ഓക്കെ, ഞാൻ ബീച്ച് ചെയറായി മാറി. ഇനി ഇവിടെ തന്നെ നിൽക്കണോ ഇല്ലെങ്കിൽ ഈ സൈഡിൽ തന്നെ നിൽക്കാം? ഇല്ലെങ്കിൽ ആ ഫ്രാങ്ക്ലിൻ ചേട്ടന് പെട്ടെന്ന് സംശയം തോന്നും. എടാ ഓക്കെ, അപ്പം ഞാനാണ് അടുത്തത് പോകുന്നത്. അതായത് ഈ ടോണി സ്റ്റാർക്ക്. നിങ്ങളൊക്കെ ഇവിടെ നിൽക്ക്. എനിക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല. നിങ്ങൾ അവിടെ തന്നെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കും. എനിക്ക് നിങ്ങളെപ്പോലെ അധികം സമയം എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ജീനിയേഴ്സാണ്. ഈ കാറ് കൊള്ളാലോ, പക്ഷെ വേണ്ട, ഈ കാറാകുമ്പോൾ പെട്ടെന്ന് അവൻ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ജമ്പ് ചെയ്തിട്ട് മുകളിൽ പോയി നോക്കാം. അവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ല എനിക്ക് ഒളിക്കാൻ പറ്റിയത്. അതിൻ്റെ മേലെ ചെടിച്ചട്ടിയൊക്കെ കാണുന്നുണ്ടല്ലോ. ആ ചെടിച്ചട്ടി കൊള്ളാം, പെട്ടെന്ന് അവൻ മനസ്സിലാക്കില്ല അവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന്. ഓക്കെ, എനിക്ക് ചെടിച്ചട്ടി തന്നെ ആയാൽ മതി. ഓക്കെ, ഞാൻ ചെടിച്ചട്ടിയായി മാറട്ടെ. ഇത്ര പെട്ടെന്ന് മാറിയോ? ഓക്കെ, അങ്ങനെ ഞാനും ഒളിച്ചു കഴിഞ്ഞു. ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും കാണാനും പറ്റുന്നുണ്ട്. അടിപൊളി, ഇത് തന്നെ നല്ല പ്ലേസ്. എല്ലാ സൂപ്പർ ഹീറോസും പോയി. ഇനി ഞാൻ മാത്രമായിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എടാ ഷിൻജാന, ഗ്രാനി, നിങ്ങളിവിടെ തന്നെ നിൽക്ക്. ഞാൻ പോയിട്ട് വിളിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ വിളിക്കും. എല്ലാവരും അങ്ങോട്ടേക്കാണ് പോയത്, അതുകൊണ്ട് ഈ വശത്തേക്ക് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ വേണ്ട, തൽക്കാലം റൂട്ടൊന്ന് മാറ്റി പിടിക്കാം. ഞാൻ ഈ ഗ്യാരേജിൻ്റെ ഉള്ളിൽ കയറി നോക്കട്ടെ. അവിടെ എന്തെങ്കിലും സാധനം ആകാൻ പറ്റിയാൽ ഏറ്റവും എളുപ്പം അത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കളാകുന്നതാണ് നല്ലത്. ഈ ബാറ്റ് കൊള്ളാലോ. വേണ്ട, അവൻ കളർ കൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇനിയിപ്പോൾ എന്താ ഇവിടെ ഉള്ളത് എനിക്കൊന്ന് ഒളിക്കാൻ? ഇത് കൊള്ളാലോ. ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷണർ കൊള്ളാം. അതുകൊണ്ട് എന്തായാലും അതുപോലെ ഒരു നായി മാറുന്നതാണ് നല്ലത്. ഇവിടെ 2 ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് ഞാനായിട്ട് മാറാം. ഓക്കെ, ഇതായിട്ട് മാറാം. അടിപൊളി. ഇനി എന്നെ ആർക്കും കണ്ടുപിടിക്കാനാവില്ല. ഇതൊക്കെ ആകുമെന്ന് ആരെങ്കിലും വിചാരിക്കോ? ഐ സീ യു ഷിൻജാനെ. എടാ ഷിൻജാനെ, ഞാനല്ലേ മൂത്തത്, അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് വിളിക്കാം. നീ ഇവിടെ തന്നെ നിൽക്ക്. എനിക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാൻ ലോക്കൊന്നൊരു പ്രശ്നമല്ല. ഞാനിപ്പോൾ എന്തായി മാറും? ഇവിടെ എന്തെങ്കിലും ആയി മാറണം, അല്ലാതെ വേറെ വഴിയില്ല. എല്ലാവരും പുറത്താണ് വിളിച്ചത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ വിളിക്കണം. ഇവിടെ എവിടെ വിളിക്കും? ആമാണ്ടിയില്ല ഇവിടെ, മുഖത്തുള്ളതുകൊണ്ട് എന്നെ കണ്ടില്ല. മുഖത്തെന്തോ തേച്ച് വെച്ചിരിക്കുക.
ഈ കസേര കൊള്ളാലോ. ഓക്കെ, ഞാൻ ഈ കസേരയായി മാറുക. അതാ നല്ലത്. ഈ കസേരയായി മാറട്ടെ ഞാൻ. ഓക്കെ, ഇനി എനിക്ക് എല്ലാ ഭാഗവും കാണാനും പറ്റും വീടിൻ്റെ. കസേരയായി മാറുകയും ചെയ്തു. ഓ അടിപൊളി. ഞാൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ എല്ലാവരും പോയി. ഈ ലെജൻഡ് ഷിൻജാൻ മാത്രം ഇവിടെ. ഇനി ഞാൻ വിളിക്കുന്ന സ്ഥലം ഏതാണെന്ന് പോലും ഇവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലൊരു സ്ഥലത്താണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ മുൻകൂട്ടിയെ കണ്ടുപിടിച്ചു. ഇവിടെ ആരും വരാനും സാധ്യതയില്ല. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഈ മൈക്കിൾ അങ്കിളിൻ്റെ റൂമാണ്. ഇവിടെ എന്തെങ്കിലും ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വിളിക്കും. ഈ ഡ്രസ്സിംഗ് റൂമിൽ എവിടെയെങ്കിലും വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ഒരു ഗാഡ്ജറ്റ് ആകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ട്രേസിയുടെ റൂമാണ്. ഇവിടെ എനിക്ക് എവിടെയെങ്കിലും വിളിക്കാൻ പറ്റും. കാരണം ട്രേസിയുടെ റൂമിൽ ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ടാകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ്സ് ആയിട്ട് ഞാൻ മാറും അതിൽ. ഓക്കെ, ഇവിടെ എന്തൊക്കെയുള്ളത്? ഓ, ഈ ലൈറ്റ് ഉണ്ട്, പിന്നെ ട്രേസി ഇവിടെ കിടക്കുന്നുണ്ട്, പിന്നെ പില്ലോ ഉണ്ട്, പിന്നെ ഇവിടെ ഗ്ലാസ് ഉണ്ട്, ഇവിടെ എന്തോ ബോക്സ് ഉണ്ട്. ഈ സ്പീക്കർ കൊള്ളാലോ. ഇത് പെട്ടെന്ന് കണ്ടാൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ആ പെണ്ണിക്ക്. വെറും മണ്ടന. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ സ്പീക്കറായി മാറുക. അപ്പൊ ട്രേസി ചേച്ചി എന്നെ പറഞ്ഞു കൊടുക്കല്ലേ, ഞാൻ ഇവിടെ ഇരിക്കുകയാണേ. സ്പീക്കറായിട്ട് എന്നെ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. സാധാ ഷിൻജാനാണ് രസം, എന്നാൽ ഇതും കൊള്ളാം. ട്രേസി ചേച്ചി എന്നെ കാണിച്ചു കൊടുക്കല്ലേ പ്ലീസ്. ഇല്ലടാ ഷിൻജാനെ, നിന്നെ ഞാൻ കാണിച്ചു കൊടുക്കില്ല. ഓക്കെ അങ്ങനെ എല്ലാവരും ഒളിച്ചു എന്നാണ് തോന്നുന്നത്. സാധാ പോയിട്ട് എനിക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കൊരു സാധനം വേണം. അതെന്താ അറിയോ ഗൈസ്? അതായത് നല്ല അടിപൊളി ഇലക്ട്രിക് ഗൺ. ഇത് വെച്ച് ഷൂട്ട് ചെയ്ത് അവർ എന്തായി മാറിയാലും അവർ പുറത്തേക്ക് വരും. അതല്ലെങ്കിൽ ഞാൻ വരുത്തും. ഫസ്റ്റ് തന്നെ ഈ ഗ്യാരേജ് ആണല്ലോ ഓപ്പൺ ആയത്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ തുടങ്ങാം. സത്യം പറയടാ, ഹാൻഡ്സപ്പ്. ആരാടാ നീ? ഇല്ലടാ, ആരുമില്ല അതിൽ. രണ്ടാമത്തത്, സത്യം പറയടാ, നീ ആരാടാ? സത്യം പറഞ്ഞോ? അതിലും ഇല്ല. എടാ, ഇതൊക്കെ ഒറിജിനൽ പ്രോപ്പാണല്ലോ. ഇവിടെ നിന്ന് ആരും ഇല്ലേ? സത്യം പറയടാ ലാട്ടറ, നീ ആരാടാ? അവനും അല്ല. സത്യം പറയടാ ബേറ്റെ, നീയെങ്കിലും. എടാ ബോക്സേ, ആരാടാ ഇവിടെ ഉള്ളത്? പറഞ്ഞോ. നിങ്ങൾക്കത് സത്യം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തു. പുറത്തേക്ക് വാടാ. ഇവിടെ ആരുമില്ല. ഈ എക്സിക്യൂഷണർ ഇല്ല, അതിലൊന്നുമില്ല. ഇതിലൊന്നുമില്ല. എടാ, ഇതിലും ഇല്ല. എടാ, ഇതെന്താ ചെറുതായിട്ട് അനങ്ങുന്നത് പോലെ? എടാ, ഇതിലാരും ഉണ്ട്. വാടാ മോനെ, പുറത്തേക്ക് വാ. ആരാടാ ഉള്ളത്? എൻ്റെ മോനെ സ്പൈഡ് നീയോ? എടാ, സ്പൈഡ് നീയായിരുന്നു. എടാ, നിന്നെ ഇത്ര പെട്ടെന്ന്, അതും ആദ്യം തന്നെ നിന്നെ പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാലും ഇവിടെ പൊട്ട, നീ ഇതെങ്ങനെ? ഓക്കെടാ സ്പൈഡ്, നിന്നെ പൊക്കി. ഇനി അവിടെ പോയി നിന്നോ. ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കട്ടെ. എടാ, അടുത്തത് കുറേ ആൾ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. കാരണം എനിക്ക് സൗണ്ട് കേട്ടിരുന്നു അവർ ഓടിപ്പോകുന്നത്. അത് ആരാന്നൊന്നും അറിയില്ല, പക്ഷെ ആരൊക്കെ ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല പോലെ ഒന്ന് അരിച്ചു പെറുക്കണം. ആരെങ്കിലും കിട്ടാതിരിക്കില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ ആരെങ്കിലും നിന്നിട്ടുണ്ടോ? ഓക്കെ, എന്തായാലും എല്ലാം ഒന്ന് ക്ലീൻ സെർച്ച് ചെയ്യണം. ഈ ചേഴ്സ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ. സത്യം പറഞ്ഞോ, ആരകത്തുള്ളത്? ആരുമില്ലല്ലോ. ഷീറ്റ്. എന്നാലും ഇതിലൊക്കെ ആരെങ്കിലും വന്നിരിക്കണ്ടേ അല്ലേ? ഇവിടെ എന്താ ഒരു അനക്കം പോലെ കണ്ടതിപ്പോൾ? എടാ, ഈ ചെയർ അനങ്ങുന്നില്ലേ? എടാ, ആരാണെങ്കിലും പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. ഉറപ്പായിട്ട് ഷൂട്ട് ചെയ്യും. വന്നോ, പിടിച്ചോടാ. എന്നോട് മര്യാദക്ക് ഞാൻ പറഞ്ഞു. എടാ ശിവൻ, നീയായിരുന്നോ? അയ്യോ കിട്ടിയില്ലടാ. നിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞില്ലേ പുറത്തേക്ക് വരാൻ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ, ഞാൻ വിചാരിച്ചു അത് കളിത്തോക്കാന്നായി. എടാ, ഇപ്പം മനസ്സിലായില്ല അത് കളിത്തോക്കല്ലാന്ന്. എന്തിനാടാ വെറുതെ വെടികൊള്ളാൻ നിന്നത്? എടാ ശിവൻ, ഇവിടെ നിന്നോ. ഇനി എനിക്ക് അടുത്ത കുറച്ച് തോർപ്പന്മാരെ പിടിക്കാനുണ്ട്. ഇവരിവിടെ എവിടെയൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് ഈ കോട്ടിലൊന്ന് പോയിട്ട് നോക്കട്ടെ. ഇവിടെ ആരെങ്കിലും ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല. എന്ത് തേങ്ങ ഞാൻ പറയുന്നത്? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് മതി. ചെയറോ? ഇല്ല, അതിലില്ല. എടാ, ആരാണെങ്കിലും സത്യമായിട്ട് പുറത്ത് വന്നോ. ഞാനിവിടെ വന്നിട്ടുണ്ട്. എടാ, ഈ ചെയറിൽ ആരെങ്കിലും ഉണ്ടോ? വന്നോ, പുറത്തേക്ക് വന്നോ. എടാ, ഉറപ്പായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യും. വന്നോ, നിങ്ങൾക്ക് അതാ നല്ലത്. എടാ, ഇത് അനങ്ങുന്നുണ്ട്. എടാ, ഈ ചെയറിൽ ആരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വേഗം പുറത്തേക്ക് വന്നോടാ. എന്നാ പിടിച്ചോ. മര്യാദയ്ക്ക് പറഞ്ഞാലൊന്നും നീ കേൾക്കില്ലല്ലേ? ആരാടാ? പുറത്ത് വാടാ. എടാ, പച്ചത്തടിയ കളിക്കാൻ നീയായിരുന്ന. എന്നാലും എടാ പൊട്ട, നീ ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റി? എടാ ഫ്രാങ്ക്ലിനെ ഷൂട്ട് ചെയ്യല്ലേ? മതി. എൻ്റെ അമ്മേ, ഇവൻ എന്തൊരു ഷൂട്ടായി ചെയ്യുന്നത്. എടാ, എന്തിനാടാ എന്നെ ഷൂട്ട് ചെയ്തത്? എന്നോട് പറഞ്ഞാൽ വരില്ലായിരുന്നോ? എടാ, അതല്ലടാ പച്ചത്തടിയ, നിന്നോട് ഞാൻ പറഞ്ഞത് ആദ്യം പുറത്തേക്ക് വന്നേ. എന്നിട്ട് നീ വന്നില്ല. ഓക്കെ, രണ്ടാളും വാ. എടാ, വേഗം വാ കളിക്കാൻ. ഇനി രണ്ടാളെയും പിടിച്ചു. അപ്പോൾ ടോട്ടൽ എത്ര ആളായി? ഇവർ രണ്ടാളും, പിന്നെ സ്പൈഡർമാൻ, പിന്നെ ആരും പിടിച്ചില്ല. അപ്പം 3 ആളുകൾ. ആ സ്പൈഡർമാൻ എവിടെ പോയി? അവൻ എവിടെയോ കറങ്ങുന്നുണ്ട്. ഓക്കെ, അവനെവിടെയും നിൽക്കട്ടെ. നമുക്ക് പോയിട്ട് അടുത്ത ആളെ പിടിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരേ ഒരാളെ ഉണ്ടാവും. അത് നമ്മുടെ ഷിൻജാൻ തന്നെയാണ്. ആ കുരുപ്പ് ഇവിടെ എവിടെയോ നിന്നിട്ടുണ്ട്. ഇവൻ എവിടെ നിന്നിട്ടുണ്ടാവും? ഇവിടെ ഒരുപാട് ഗാഡ്ജറ്റ്സും ഉണ്ട്. ആ കുരുപ്പ് എതിൽ പോയി പെട്ടു എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എടാ ഷിൻജാനെ, നീ എവിടെയുണ്ടെങ്കിൽ ഞാൻ നിന്നെ കണ്ടുപിടിക്കും. ഈ കിച്ചണിലൊന്ന് നോക്കട്ടെ. ഇവിടെയൊക്കെ ആരെങ്കിലും വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. എടാ, അവിടെ എന്താടാ ചെയർ ചെറുതായിട്ട് അനങ്ങിയതുപോലെ? ഈ ചെയർ അനങ്ങുന്നില്ലേ? എടാ ഷിൻജാനെ, ഞാൻ നിന്നെ പിടിച്ചു. പുറത്തേക്ക് വന്നോ. ഇനി ഒന്നും നോക്കാനില്ല. പുറത്തേക്ക് വാടാ മര്യാദയ്ക്ക്. എടാ ഷിൻജാനെ പെടച്ചത് മതി. വാ. എടാ, ഇത് ഗ്രാനി അല്ലേ? ഐ സീ യു മോനെ, നീ എന്തിനാണ് എന്നെ വെടിവെച്ചത്? മര്യാദയ്ക്ക് വിളിച്ചതല്ലേ, വന്നൂടായിരുന്നോ ഗ്രാനി? ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനി 1 2 3 4 ആൾക്കാരെ പിടിച്ചു. ഇനിയുള്ളത് 2 ആൾക്കാർ, 2 പിടികിട്ടാ പുള്ളികൾ. ഇനി ആ ഷിൻജാനെ മുകളിൽ നോർത്തണം. ജിമ്മിയുടെ റൂമിൽ. ജിമ്മി എക്സസൈസ് ഒക്കെ ചെയ്യാണല്ലോ. അതുകൊണ്ട് ഷിൻജാൻ ഇവിടെ ഇരിക്കാൻ സാധ്യതയില്ല. അയ്യോ പെണ്ണ് ജിമ്മിയുടെ റൂമിലെത്തി. ഇനി ഇവിടത്തേക്കായിരിക്കും വരുന്നത്.
അതുകൊണ്ട് ഇവിടുന്ന് പതുക്കെ ഇറങ്ങി പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ട്രേസി ചേച്ചി, ഞാൻ ഇവിടുന്ന് പോവുകയാണേ, പിന്നെ കാണാം. എൻ്റെ പൊന്നെ, ഇതേ ജിമ്മിയുടെ റൂമിലുണ്ട് ബെന്നി. വേഗം ഇവിടുന്ന് മാറിയിട്ട് വേറെ എവിടെയെങ്കിലും വിളിക്കാൻ പോവാ. ഈ സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല വേഗത്തിൽ. വേഗം ഇറങ്ങണ ഷിൻചാനെ. ഇവിടെ എവിടെ വിളിക്കും? അയ്യോ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ വിളിക്കാൻ പറ്റിയത്. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? ഇവിടെ ഒന്നും കാണുന്നില്ല വിളിക്കാൻ പറ്റിയത്. കണ്ടു ആ ഒരു ബോൾ കണ്ടു, അതിൽ തന്നെ വിളിക്കാം. ഓക്കെ, അങ്ങനെ ബോളിൽ വിളിച്ചിട്ടുണ്ട്. ഇനി പതുക്കെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഇവിടെ വേണ്ട, ഇവിടെ മുന്നിലാകുമ്പോൾ ഡൗട്ട് അടിക്കും. ഈ സൈഡിലെങ്ങാനും പോയിട്ട് ഇരിക്കാം. ഓ, ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഇരിക്കാം. ഇത് നല്ല സ്ഥലമാണ്. ഓ, സമാധാനമായി. ഇനി ഇവിടെ ഇരിക്കാം. ഓക്കെ, ഇവിടെ ഫുള്ള് നോക്കി, ഇവിടെയൊന്നും ഷിൻചാൻ ഇല്ല. അപ്പോൾ അവൻ അവിടെ പോയിട്ടുണ്ടാവും. ഇനി ട്രേസിയുടെ റൂമിൽ അവൻ പഠിച്ച കളാണ്. അവൻ ഇവിടെയൊക്കെ വന്നിരിക്കും. എടാ ഷിൻചാനെ, സത്യം പറഞ്ഞോ ട്രേസി, ഇവിടെ ഷിൻചാൻ വന്നിരുന്നോ? ഇല്ലടാ ഫ്രാങ്ക്ലിൻ, ഇവിടെ ഷിൻചാൻ വന്നില്ല. പക്ഷെ എനിക്ക് വിശ്വാസമില്ല. ഞാനിവിടെ ഫുള്ളും തപ്പും. ഇവിടെ എവിടെയെങ്കിലും അവൻ ഇരുന്ന പോലെ ഉണ്ട്. എടാ ഷിൻചാനെ, പുറത്തേക്ക് വന്നോ? നീ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ട് പുറത്തേക്ക് വന്നോ? ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യും. എടാ, ഈ ലാപ്ടോപ്പ് നീ അല്ലടാ. എടാ, ഇതൊന്നും അവനല്ല. പിന്നെ അവനവിടെ പോയി. എടാ ഷിൻചാനെ, പുറത്തു പോടാ. ആ ലാമ്പും അവനല്ല. അപ്പൊ അവൻ ഇവിടെ ഇല്ല. അപ്പൊ അവൻ എവിടെ പോയി? എടാ, ഇത്രയും സ്ഥലങ്ങളിലൊക്കെ ഞാൻ തപ്പി, എന്നിട്ട് അവനെ കാണുന്നില്ല. എടാ, സത്യം പറയടാ, ഇത് നീയല്ലേ? ഷിൻചാനെ, പുറത്തു വന്നോടാ. എടാ, ഇതെന്താ ഇവിടെ ഒരു സ്പീക്കർ? എടാ, ഇത് ഷിൻചാനാണോ? ഷിൻചാനെ, പുറത്തേക്ക് വാടാ. എടാ, വാടാ പുറത്തേക്ക്. എടാ, ഇത് അനങ്ങുന്നൊന്നുമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇത് അവൻ തന്നെയായിരുന്നു. അവൻ ഈ സ്പീക്കറിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയിട്ടോ ഓടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓടിയിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ എവിടെയും നിൽക്കാൻ സാധ്യതയില്ല. പുറത്ത് പോയി നോക്കാം. എടാ, എന്നാലും അവൻ എവിടെ പോയി? എടാ, പുറത്തൊക്കെ ഞാൻ ഏകദേശം നോക്കിയതല്ലേ, എന്നിട്ട് ഷിൻചാൻ എവിടെയും കാണുന്നില്ലല്ലോ. അപ്പോൾ ഷിൻചാനും ഇനി ടോണി സ്റ്റാർക്കിനെയും കിട്ടാനുണ്ട്. എടാ, വേറൊരു കാര്യമുണ്ട്, ഞാൻ ഈ സൺസൈഡ് ഒന്നും നോക്കിയിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പോൾ ആ ഫ്ലവർ പോട്ട് മുതൽ തുടങ്ങാം. എടാ ഷിൻചാൻ, ഇലേറ്റ് നീ അല്ലടാ, പുറത്തേക്ക് വാടാ. എനിക്കറിയടാ, നീ ഈ ഫ്ലവർ പോട്ടിലുണ്ട്. ഇങ്ങോട്ട് വാടാ പുറത്തേക്ക്. അതിലാരും ഇല്ലല്ലോ. ഓക്കെ, രണ്ടാമത്തേൽ ഷൂട്ട് ചെയ്യാം. ഇതിലെങ്കിലും ആരെങ്കിലും ഉണ്ടാവണേ. എടാ, അത് അനങ്ങുന്നു. എടാ, അത് ഇറങ്ങി ഓടാൻ നോക്കുന്നു. എടാ, ആരെടാ അത്? എടാ ഷിൻചാനെ, ഓടരുത്. എടാ ഷിൻചാനെ, വെറുതെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്യും. വെറുതെ എന്തിനാ? ഓടരുത്, നിന്നോ. എടാ, നീ ഓടരുത്. എന്താ പിടിച്ചോടാ. എടാ, ഇത് ഷിൻചാൻ അല്ലായിരുന്നു, ടോണി സ്റ്റാർക്ക് ആയിരുന്നു. എടാ, ഇതിപ്പോ ഷിൻചാൻ അവിടെ പോയി. എടാ, എനിക്ക് തോന്നുന്നത് അവൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോയിന്നാ. അതുകൊണ്ട് ഷിൻചാൻ വീട്ടിലേക്ക് പോയത് കൊണ്ട് ഒഫീഷ്യലായി ഞാൻ ജയിച്ചെന്ന് എല്ലാവരും അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കും വീട്ടിലേക്ക് പോവാം. എന്താണ് രാത്രി ആയതുപോലെ? എന്നെ ഇതുവരെ കണ്ടുപിടിക്കാൻ ആരും വന്നിട്ടുമില്ല. എന്താണ് രാത്രിയായോ? അയ്യോ, ഇത്ര നേരം കഴിഞ്ഞിട്ടും ആരും എന്നെ കണ്ടുപിടിക്കാൻ വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ രാത്രിയായി. അവരെല്ലാരും പോയോ? അയ്യോ, ഞാനിവിടെ പെട്ട്. അയ്യോ, ഈ ഡോറെല്ലാം ക്ലോസ്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്റെ പൊന്നെ, ഞാനിവിടെ പെട്ടല്ലോ. ഇനി എന്ത് ചെയ്യും? അയ്യോ, വെണ്ണി എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്തായാലും ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങാൻ നോക്കട്ടെ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.